രമേശ് ചെന്നിത്തല പ്രതികരണമാണ് കണ്ടത്. ഇനി CPM CPI സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളിലേക്കാണ് കെ സ്റ്റെഫിൻ. നോക്കമോട്ടെ സ്റ്റെഫിൻ, CPM CPIയും വൈകിട്ട് പൂർണ്ണ പട്ടികയാണോ പുറത്തിറക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും രതീഷ്, ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ആകെ ഇപ്പോൾ ഒരു അവ്യക്തത നിൽക്കുന്നത് പാലക്കാട് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ്. അതേതായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം പാലക്കാട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാം എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ CPM എത്തി നിൽക്കുന്നത്. മറ്റെല്ലാ മണ്ഡലങ്ങളിലെയും ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട്, പേരുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നത് തളിപ്പറമ്പിലെ PK ശ്യാമളയുടെയും അതോടൊപ്പം തന്നെ പേരാവൂരിലെയും KK ശൈലജയുടെയൊക്കെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ആയിരുന്നു. അവിടെ ഏതായാലും പ്രാദേശിക വിഷയങ്ങളൊന്നും തന്നെ കണക്കിലെടുക്കേണ്ട, എതിർപ്പുകൾ കണക്കിലെടുക്കേണ്ട എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് CPM-നകത്തുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളിലേക്കൊന്നും ഇനി ഏതായാലും പാർട്ടിയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നൊരു കണക്കൂട്ടലുമുണ്ട്. ഒപ്പം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 10 സീറ്റിൽ സിറ്റിംഗ് MLA-മാർ തന്നെയാണ് മത്സരിക്കുന്നത്. ആകെപ്പാടെ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ഉള്ളത്. എല്ലാ സീറ്റിലും ഇളവ് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രത്യേകമായി 2 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിക്കൊണ്ടാണ് മത്സരത്തിന് CPM ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഒപ്പം തന്നെ ആകെപ്പാടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി നിലനിന്നിരുന്നത് ജില്ലാ സെക്രട്ടറിയായുള്ള വി ജോയി മത്സരിക്കണമെന്ന കാര്യത്തിലായിരുന്നു. അത് ഏതായാലും ജില്ലാ സെക്രട്ടറി മത്സരിച്ച് കഴിഞ്ഞാൽ പാർട്ടി സംഘടനാപരമായ പ്രവർത്തനങ്ങളിൽ പ്രശ്നം ഉണ്ടാകുമെന്നൊരു വിലയിരുത്തൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ജോയി തന്നെ അവിടെ മത്സരിക്കട്ടെ, പകരം ഒരു ചുമതല ജില്ലാ സെക്രട്ടറി ആയി AR റഹീമിന് നൽകാമെന്നൊരു വിലയിരുത്തൽ CPM-നകത്തുണ്ടായി. അങ്ങനെ ആ തരത്തിലായിരുന്നു തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്നത്. പിന്നീട് കൊല്ലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആകപ്പാടെ മുകേഷിന് മാത്രമാണ് അവിടെ മാറേണ്ടി വന്നത്. അത് ടേം വ്യവസ്ഥയുമുണ്ട്. അതോടൊപ്പം തന്നെ മുകേഷിനെതിരെ ഉയർന്നു വന്ന ഒരുപാട് തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അവിടെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന S ജയമോഹൻ അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇനി എല്ലാ മണ്ഡലങ്ങളിലും ഏതാണ്ട് 86 സീറ്റുകൾ കഴിഞ്ഞ തവണ മത്സരിച്ചു. അവിടെ എല്ലാം തന്നെ തികഞ്ഞ ഈ സിറ്റിംഗ് MLA-മാർ നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള വിജയപ്രതീക്ഷ തന്നെയാണ് CPM പങ്കുവയ്ക്കുന്നത്. ഇന്ന് 4 മണിക്ക് വാർത്താ സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായുള്ള MV ഗോവിന്ദൻ സ്ഥാനാർത്ഥിയെ AK സെന്ററിൽ വെച്ച് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സ്ഥാനാർത്ഥി പട്ടികയിലും CPI-യുടെ സ്ഥാനാർത്ഥി പട്ടികയിലും അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ. ഇപ്പോൾ ടൈസൺ മാസ്റ്ററെ കയ്പമംഗലത്ത് നിന്ന് പറവൂരിലേക്ക് മാറ്റി. അത് CPI അദ്ദേഹത്തെ ഒതുക്കാനാണെന്ന് പറയുന്നവരുണ്ട്. അതല്ല, VD സതീശനെതിരെ ശക്തമായ ഒരു മത്സരം നൽകാനാണ് എന്ന് പറയുന്നവരുണ്ട്. ഏതെങ്കിലും ഇടത്ത് ഇനി മാറ്റങ്ങൾക്കോ അത്ഭുതങ്ങൾക്കോ സാധ്യതയുണ്ടോ CPI പട്ടികയിൽ? പട്ടികയിൽ നിലവിൽ ഏതായാലും ഒരു മാറ്റങ്ങൾക്കും സാധ്യതയില്ല. കാരണം CPI ആണ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നതും അവിടെ എല്ലാം തന്നെ പ്രചാരണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം പലയിടത്തും പോസ്റ്ററുകൾ ജില്ലാ സെക്രട്ടറിമാർ തന്നെ പങ്കുവയ്ക്കുന്ന ഒരു നില വരെ നമ്മൾ കണ്ടിരുന്നു. CPI-യിൽ സാധാരണ രീതിയിൽ കാണാത്ത തരത്തിലുള്ളൊരു സമീപനമാണ്. മുൻകൂട്ടി തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചുകൊണ്ട് അവർ ഒരു മുഴം മുന്നേ തന്നെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് CPI. നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദപ്പാടെ ഒരു അവ്യക്തത ഉണ്ടായിരുന്നത് പറവൂർ സീറ്റുമായി ബന്ധപ്പെട്ടാണ്. അത് CPM-ന് ഏതെങ്കിലും തരത്തിൽ നൽകണമോ, വെച്ചുമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വിജയസാധ്യത കൂടുമെന്നൊക്കെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും അതിന് CPM-ഒന്നും തയ്യാറായിട്ടില്ല. അവിടെ CPI സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുന്നു. കയ്പമംഗലത്ത് നിന്ന് ET ടൈസനെ ശക്തമായൊരു മത്സരത്തിന് വേണ്ടി പറവൂരിലേക്ക് ഇറക്കുന്നു എന്നുള്ളതാണ് CPI അവകാശപ്പെടുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയായുള്ള ബിനോയ് വിശ്വവും വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. ശ്രീ AK സ്റ്റെഫിനാണ്. CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപന ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന തിരുവനന്തപുരത്ത്